ഞാൻ ആശിച്ച് മോഹിച്ച് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചതാണ്. നോയ്സിൻ്റെ എൻഡവർ പ്രോ ആണ് വാങ്ങിച്ചത്. പ്രീ ബുക്ക് ചെയ്ത് 999 കൊടുത്ത് പ്രീ ബുക്ക് ചെയ്ത് 2000 രൂപ ഓഫ് കിട്ടുമെന്ന് പറഞ്ഞ് ആ 2000 രൂപ ഡിസ്കൗണ്ട് വാങ്ങിച്ചിട്ട് സാധനം മേടിച്ചതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിൻ്റെ ബ്ലൂ ഡാർട്ടിൻ്റെ വഴിയാണ് വന്നതെന്നുള്ളതുകൊണ്ട് അറ്റംപ്റ്റ് പോലും ചെയ്യാതെ അറ്റംപ്റ്റ് ഫെയിൽഡെന്ന് പറഞ്ഞ് വന്ന് അവസാനം അവിടെ പോയി കളക്ട് ചെയ്താണ് ഈ സാധനം അവസാനം കൈ കിട്ടിയത്. എനിവേ അൺബോക്സിങ് ചെയ്ത് നമുക്ക് വാച്ചിൻ്റെ പണിയിലേക്ക് പോകാം. എന്തായാലും ഡെലിവറി വളരെ ബോറായിരുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ട് സേഫായിട്ട് സാധനം എൻ്റെ കയ്യിൽ കിട്ടി. ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു. ആ ഡയലിൻ്റെ ഭാഗത്തിൻ്റെ ഒക്കെ ലുക്ക് നല്ല പക്കയായിരുന്നു. എനിക്ക് ആ ഭാഗമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന അത്ര എടുപ്പ് എനിക്ക് അങ്ങോട്ട് ആ മൊത്തം വാച്ചിൻ്റെ പീസിന് തോന്നിയില്ല. വീഡിയോയ്ക്കകത്ത് ഫോട്ടോയ്ക്കകത്ത് ഇച്ചിരി കൂടെ ഒരു ലുക്കുള്ള സാധനമാണ്. മേ ബി ആ വൈറ്റ് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി വേറൊരു ലുക്കായിരുന്നെങ്കിൽ ബ്ലാക്കിന് ആ ഇവരുടെ ആഡിലെ ഇമേജിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. കുറച്ച് സ്റ്റിക്കറും അതിൻ്റെ വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, അതുപോലത്തെ കാര്യങ്ങളും എല്ലാം പ്രീഫായിട്ട് വെച്ചിട്ടുള്ളൂ. ചെറിയ പേപ്പറും കൂട്ടത്തിലൊരു ടൈപ്പ് എ അല്ല ടൈപ്പ് സി ടു ഈ വാച്ചിൻ്റെ പുറകിലത്തെ ചാർജിങ് പോർട്ടിൻ്റെ കണക്ടറിലേക്കുള്ള കേബിളുമാണ് ഇത് തരുന്നത്. സോ ടൈപ്പ് സി കുത്താൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഇല്ലെങ്കിൽ അത് മേടിക്കേണ്ടി വരും. എൻ്റെ കയ്യിലില്ല. ഞാനത് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വാച്ച് ചാർജ് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പവർ ബാങ്ക് കുത്തി ഇതിനെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഫീച്ചേഴ്സും എല്ലാം. സോ സ്റ്റെപ്പ് 1 മാനുവൽ വായിച്ച് നോക്കുക. അത്യാവശ്യം ബേസിക് ഫങ്ഷൻസും അതുപോലത്തെ കാര്യങ്ങളും, ചാർജ് ചെയ്യേണ്ട എങ്ങനെ കുത്തിവെക്കട്ടെ, എങ്ങനെ എത്ര നേരം കുത്തിവെക്കണം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതിന് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സെറ്റപ്പിൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇത് ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധനം വരും. ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം ഫോണിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യണം. അന്നേരമാണ് ഈ സാധനം പെയർ ആവുന്നത്. സോ നമ്മുടെ ഈ വാറണ്ടി കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സാധനമുണ്ട്. ആ സ്കാനിങ് കൊടുത്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ വാച്ചുമായിട്ട് പെയർ ചെയ്യാൻ. ഈ QR കോഡ് സ്കാൻ ചെയ്തത് നേരിട്ടുള്ള സ്കാനർ സ്കാൻ ചെയ്ത് ഇത് കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്കാനറൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ട്. എനിവേ സംഭവം കുറച്ച് നേരം ഇങ്ങനെ ആയിരുന്നു കറങ്ങിയിട്ട് പെയർ ആവും. ആൻഡ് സോ അങ്ങനെ പെയറിങ് കഴിയുന്നതിനുള്ള ഡിഫോൾട്ട് വാച്ച് ഫേസ് ഇതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സാധനം. കൈ കയറ്റി നോക്കി അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയ്റ്റും ആണ്. സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ആവശ്യം പോലെ വയ്ക്കാം. ആ മുകളിലത്തെ ബട്ടൺ നിൽക്കുവാണെങ്കിൽ സ്പോർട്സ് മോഡുകളാണ്, താഴത്തെ ബട്ടണാണ് ബാക്ക്. സോ അങ്ങനെ ഓരോ ഓപ്ഷനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കി, സ്ട്രെസ്സ് നോക്കി. പിന്നെ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് ഹൈഡ്രേഷനാണ്. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോഴത്തെ സ്ട്രെസ് 55ആണ്. എനിവേ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കുള്ളതെന്ന് ലെസ് തോന്നി. കാരണം ജെൻഡർ ന്യൂട്രൽ വാച്ചാണ്. മെയിൽ വാച്ച്, മെൻസ് വാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം ഉണ്ട്. പിന്നെ കോമ്പസ് ഇത് കാലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ്, എൻ്റെ കോമ്പസ് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാച്ച് ഫേസിൽ തന്നെ ഉള്ള ആ നോർത്ത് സൗത്ത് എന്ന് ചോദിക്കുന്ന സാധനമില്ല, അത് തിരിയും. ഇതായപ്പോൾ കണ്ടില്ലേ, ഈ വാച്ച് ഫേസിലെ നോർത്ത് സൗത്ത് എന്നുള്ള സാധനം തിരിയുന്നുണ്ട്. എൻ്റെ വീട്ടിലെ ഡയറക്ഷൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഈസ്റ്റിലോട്ട് ഞാൻ തിരിഞ്ഞ് നോക്കി ഏകദേശം ആ ഒരു സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. ഇനി എൻ്റെ സെൻസ് ഓഫ് ഡയറക്ഷൻ ആണോ അതിൻ്റെ സെൻസ് ഓഫ് ഡയറക്ഷനോ തെറ്റെന്ന് അറിയത്തില്ല. എനിവേ സംഭവം അത്യാവശ്യം വലിയ പ്രശ്നമില്ല. ഫോൺ നോട്ടിഫിക്കേഷൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ്. പിന്നെ കുറേ ഓപ്ഷൻസ് മോഡ് സ്വൈപ്പും കിട്ടും. സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ടോർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ബ്രൈറ്റ്നസ്, പിന്നെ അതിൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് എവിടെ ഒരു പാനിക് മോഡ് ഉണ്ടല്ലോ, അത് എവിടെയാണെന്ന് എനിക്ക് ആദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിവേ പിന്നുള്ളത് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. ആ സാധനം ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്ക്രീൻ ടച്ച് ചെയ്താൽ അനങ്ങില്ല. പിന്നെ ആ സൈഡിലത്തെ സാധനം ഞെക്കി പിടിച്ചോണ്ടിരുന്നാൽ ഈ പറഞ്ഞ പോലെ ക്ലിയർ. ഞാൻ ആദ്യം വെച്ച ആ ബ്ലൂയെ തുടർന്നെന്നാൽ അതിനല്ല തുടരണ്ടേ, സൈഡിൽ തന്നെ തുടർന്നുള്ള ബോധം എനിക്ക് എന്തായാലും വന്നില്ല. എനിവേ കുറച്ച് നേരം തൊട്ട് പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ ഞെക്കേണ്ടത്. അത് ഞെക്കി കഴിയുന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഉണ്ടാക്കി ഇത് വെള്ളം പുറത്തേ അടിച്ചിട്ട് പിന്നെ ഓക്കെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പിൽ എന്തായാലും വളരെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ പെയർ ചെയ്താലേ കിട്ടത്തുള്ള പകുതിയും, എങ്കിലും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ പോലെ കുലുക്കുന്നുണ്ടെങ്കിൽ കൈ അനക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇത് സ്റ്റെപ്പായിട്ട് എണ്ണുമെന്നായിരുന്നു. സോ അതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ കൈ ഒന്ന് കുലുക്കി നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, സംഭവം സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്നില്ല. സോ ആ ഒരു ആശ്വാസമുണ്ട്. നിങ്ങൾ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വേണം എന്ന് കൊടുത്തിട്ടുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. എങ്കിലും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. സ്വൈപ്പ് ഡൗൺ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ആയിട്ട് തന്നെ കിട്ടും.
ടുവേർഡ്സ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ക്വിക്ക് ആക്സസിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. വാച്ചിൻ്റെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് വാച്ചിൻ്റെ അകത്ത് ഈ സാധനം പാട്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനെ ഫോൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ സ്പോട്ടിഫൈ ഒക്കെ അല്ലെങ്കിൽ ഫോണിൽ ചെയ്യുന്ന എന്താണെങ്കിലും അതിൻ്റെ ആക്സസ് കൺട്രോൾ നമുക്ക് വാച്ച് കിട്ടും. ഇൻകമിങ് കോളിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാൻ എൻ്റെ സെക്കൻഡറി ഫോണിൽ നിന്ന് ഞാനൊന്ന് ഒരു കോൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. കോൾ വരുന്നുണ്ടെങ്കിൽ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ആയിരിക്കും. അറ്റൻഡ് ചെയ്ത് ചെയ്യുന്നതിനുള്ള വാച്ച് ചെയ്യുന്ന കേൾക്കുന്ന ഓഡിയോ ഇതായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. ഹലോ ഹലോ ഹലോ. പിന്നെ ഏത് ആപ്പിൻ്റെ ആണോ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ആപ്പിൻ്റെ സിമ്പിൾ വന്ന് ഇങ്ങനെ ഒരുമാതിരി ചക്ക പോലെ മുന്നിൽ വന്ന് നിൽക്കും ആദ്യം. അതാണ് ആദ്യം പോപ്പപ്പായിട്ട് വരുന്നത്. കോളിൻ്റെ ഞാൻ കാണിച്ച പോലെ വാട്സാപ്പിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കും, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സിമ്പിൾ ഇങ്ങനെ വന്നിരിക്കും. 2 ഡിവൈസ് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വെച്ച് ഹെഡ്ഫോണിൽ കൂടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഉടനെ വാച്ചിൽ കൂടെ ഓഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണമല്ലോ. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കൺട്രോൾ, സോങ്ങിൻ്റെ ഓർഡർ എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും. അതുപോലെ തന്നെ കോളിൻ്റെ കേസിൽ ഇതേ കേസ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. സോ കോളാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, വാച്ചും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ചിൽ കൂടെ അറ്റൻഡ് ചെയ്താൽ വാച്ചിൽ കൂടെയും ഹെഡ്സെറ്റിൽ കൂടെ അറ്റൻഡ് ചെയ്താൽ ഹെഡ്സെറ്റിൽ കൂടെ നമുക്ക് സംസാരിക്കാം. ഹലോ 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 ഹലോ. ഇത് മാത്രമേ എടുക്കാം, ഇങ്ങനെ ചെയ്താൽ ഹെഡ്സെറ്റ് മാത്രമേ എടുക്കാം. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ് ഇപ്പോൾ കിടക്കുന്നത്, 1966. ഞാൻ വണ്ടി ഓടിക്കുവാണ്, അപ്പം ഈ കുലുക്കത്തിൽ ഈ സാധനത്തിൻ്റെ കൗണ്ട് തെറ്റുമോ എന്നുള്ളത് ഇപ്പോൾ അറിയാം. ഒരു വിറ്റുണ്ടായി. വണ്ടി ഓടിച്ചോടി ഇങ്ങോട്ട് വന്നോണ്ടേ എൻ്റെ വാച്ചിന് തോന്നി ഞാൻ സൈക്കിൾ ചെയ്യുമെന്ന്. അതുകൊണ്ട് സൈക്ലിംഗ് മോഡൊക്കെ ഓണാക്കിലോട്ട് വന്നു. ആക്ച്വലി ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു. ബൈക്ക് ഓടിക്കുന്ന ഞാൻ സൈക്കിൾ ഓടിക്കുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, എന്നാലും അതാണെന്ന് അറിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ എന്തായാലും അത് എൻഡ് ചെയ്തു. 1 മിനിറ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാ. ഞാൻ എത്ര നേരമായി? 44 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന് തോന്നിയത് ഞാൻ സൈക്കിൾ ചെയ്യുകയാണെന്ന്. എന്തായാലും കുഴപ്പമില്ല. നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ ഈ റെഡ് കുത്ത് വരും കേട്ടോ, അന്നേരം നോക്കിയാൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് വരുവാണെന്നുണ്ടെങ്കിൽ റിപ്ലൈക്ക് ക്വിക്ക് റിപ്ലൈ ഉണ്ട്. ക്വിക്ക് റിപ്ലൈ കുറഞ്ഞാൽ ഗോട്ട് ഇറ്റ് ലേറ്റർ, യെസ് ഓർ നോ, ഇൻ എ മീറ്റിംഗ്, അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ സേവ്ഡ് ഉണ്ട്, അതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 2228 എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെപ്പ് കൗണ്ടിൽ നിന്ന് ഒരു 64 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ കഴിക്കാൻ വേണ്ടി നിർത്തി, പെട്രോൾ അടിക്കാൻ നേരത്തെ ഇറങ്ങി പെട്രോളിൽ പോയി, ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ നടന്നുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കൂടിയിട്ടുണ്ടോ? 64 സ്റ്റെപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, വണ്ടി ഓടിക്കുന്നത് തെറ്റുന്നില്ല. എന്തായാലും അക്യുറസി ഉണ്ട്, നല്ല അക്യുറസി ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഉറങ്ങിയാലുണ്ടല്ലോ ഈ ഒരു മോഡിലേക്ക് വാച്ച് പോകും. സാധനം ഈ മോഡിലേക്ക് പോയാൽ പിന്നെ നമ്മൾ ഇതൊരു ബട്ടണെ പ്രസ് ചെയ്യുന്നുണ്ട്. അന്ന് എഴുന്നേറ്റ് വരും, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞ് അവസ്ഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ സ്വൈപ്പ് ചെയ്താൽ വേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഈ വേക്കപ്പിന് നമ്മൾ യെസ് കൊടുത്താൽ സാധാരണ മോഡിലോട്ട് പോകും, നോ കൊടുത്താൽ ഇങ്ങോട്ട് പോകും. അപ്പം പോപ്പപ്പ് വന്നു, സ്വൈപ്പ് ചെയ്തു, യെസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്ലീപ്പിൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ നോർമൽ മോഡിലേക്ക് പോകും. മഴ ഉപയോഗിച്ചതിന് വലിയ പ്രശ്നമില്ല, മീൻസ് നനഞ്ഞിട്ട് വലിയ കുഴപ്പമില്ല. ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രശ്നമുണ്ട് നനഞ്ഞാൽ. എനിവേ പിന്നെ അതൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, നനയെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാട്ടർ ലോക്ക് ഈ സാധനം കൊടുക്കുക. വാട്ടർ ലോക്കായിരിക്കും, പിന്നെ അനങ്ങൂല. സോ അത് ഇപ്പം നനഞ്ഞിരിക്കുന്ന സാധനം
ഒന്ന് തുടച്ചതിന് ശേഷം ഇതേ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരുന്നാൽ മതി. ആയിട്ടില്ല. അങ്ങനെ വെള്ളം ക്ലിയർ ആയി കിട്ടും. സോ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റൻ്റ്. പിന്നെ ആ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം നോർമലി ഇതും പിന്നെ ഓഫ് ആകുന്നുണ്ടെങ്കിൽ മറ്റേ നീഡിൽ മാത്രം കാണിക്കുന്നില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഈ സാധനം ഓഫാക്കിയാൽ അത് വരില്ല, ഇത് ഓണാക്കിയാൽ അത് വരും. അതാണ് സംഭവം. അലാറം ഞാൻ വെച്ച് നോക്കി, ഇപ്പോൾ കേട്ട സംഭവമില്ലേ അതുപോലത്തെ ഒരു ഫോണിൻ്റെ സൗണ്ടല്ലേ, ആ സാധനം വെച്ചിട്ടാണ് അലാറം അടിക്കുന്നത്. ഈ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഓണാക്കി കൊടുത്താൽ മതി. ഇപ്പം കണ്ടുപിടിച്ചൊരു പ്രശ്നം അതുകൊണ്ടില്ല, ഇതിങ്ങനെ ക്ലീൻ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ സ്റ്റോറി അപ്ലോഡ് ആകുന്ന വരെ ഓരോ പേഴ്സൻ്റെ കൂടുന്നതനുസരിച്ചും ഇത് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ചെയ്യാൻ ഒക്കെ പറ്റത്തില്ല, എന്ത് ചെയ്താലും ഇത് തന്നെ ഇങ്ങനെ നിൽക്കും. ഇത് തീരുന്ന നമ്മൾ ഇതടിക്കും. കാണിച്ചു ഇത് നോക്കി, സോറി ഇതല്ല നോട്ടിഫിക്കേഷൻ എടുത്താൽ 90, 45, 44, 43 ഇങ്ങനെ കിടക്കുക മൊത്തം. ഇത് മൊത്തം ഇങ്ങനെ വരും. എന്തിനാണോ എന്തോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രം ഉണ്ടതൊരു എന്തിനാണോ എന്നോട് തോന്നിപ്പോന്നൊരു കാര്യം. ഇതിൻ്റെ വാച്ച് ഫേസ് എഡിറ്റിംഗ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഡിഫോൾട്ട് ഓപ്ഷൻസ് കിട്ടും. ഒന്നീ നോബ് തിരിക്കുന്നുണ്ടെങ്കിൽ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് വരും. അത് ടാപ്പ് ചെയ്ത് അത് സെലക്ട് ആവും. അല്ലെങ്കിൽ കൈകൊണ്ട് സ്വൈപ്പ് ചെയ്ത് വേണ്ടതിനെ എടുക്കുക, അതിനെ ടാപ്പ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് സ്ക്രീൻ. ഈ സാധനത്തിന് വേണ്ടാവരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക, ഏതാണോ നമുക്ക് വേണ്ടത് അതിലോട്ട് വെച്ചിട്ട് ടാപ്പ് ചെയ്താൽ മതി. പക്ഷേ ഇത് ക്രീപ്പി തിങ് ഇതിൻ്റെ അകത്തൊരു ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഡാർക്ക് മോഡ് ആണെങ്കിൽ ഈ സാധനം ചുമന്ന് വരുന്നത് എന്തിനാണെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. രാത്രി കാണാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമന്നിരിക്കും. അത് ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഓണും ഉണ്ട്, ഓഫും ഉണ്ട്. ഞാൻ ഓഫാക്കി വെച്ച് എനിക്ക് അങ്ങോട്ട് ആ ലുക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഇനി ഒരു കസ്റ്റം സ്ക്രീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൽ ഈ പറഞ്ഞ സൂചി വെക്കാൻ പറ്റത്തില്ല, ഡിജിറ്റൽ ടൈം മാത്രമേ ഉള്ളൂ. ഏത് പൊസിഷനിൽ ഇത് വെക്കണം, ഏത് കളർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ ഈ ഇനീഷ്യലൈസിങ് വാച്ച് ഫേസ് എന്ന് വന്നിട്ട് നമുക്ക് ആ സാധനം കിട്ടും. ഇങ്ങനൊരു പാനിക് മോഡ് ഫ്ലാഷിങ് ഉണ്ടെന്ന് ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൺ ആക്കിയിട്ടും ഇല്ലത്. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഈ സാധനം കാണാൻ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് ഈ സാധനം ഓഫ് ആകുന്നില്ല, എന്ത് ചെയ്തിട്ട് ഇത് ഓഫ് ആകുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എല്ലാം ഓഫാക്കി നോക്കി, ഈ സാധനം വാച്ച് ഓഫാക്കിയിട്ട് ഓണാക്കാൻ നോക്കിയാൽ അതൊട്ട് സമ്മതിക്കുന്നുമില്ല. അതെന്താ പറ്റാത്തെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം വാച്ച് ഓഫാക്കാന്ന് വെച്ചാൽ ഞാൻ പിടിച്ച് ഞെക്കിയാലും ആണോ? ഓക്കെ, ഇതായിരിക്കും. അതെ, ഇത് വരും, ഷട്ട് ഡൗൺ വരും. പക്ഷേ ഷട്ട് ഡൗൺ ആവില്ല, ഉണ്ടല്ലേ, ചത്തിരിക്കതേ ഉള്ളൂ അവിടെ. എന്താ ഇതാവാത്ത ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ. ഞാൻ അതിനെ ഓഫ് ചെയ്ത് ഓണാക്കി. എന്തായാലും ഭാഗ്യത്തിന് സാധനം ഓഫായി കിട്ടി. ഓക്കെ, പറഞ്ഞ പോലെ ഓഫ് ആക്കുന്നത് ഇത് ഞെക്കി പിടിച്ചോണ്ടിരുന്നിട്ട് ഈ സൈഡ് ഓപ്ഷൻസ് ഏതെങ്കിലും ഞെക്കി പിടിച്ചോണ്ടിരിക്കുക. അന്നേരം ഇത് പോപ്പ് പോലെ വരും. ഇത് ഞെക്കിയാലും വരും, ഇത് ഞെക്കിയാലും വരും. ഓക്കെ, എന്നിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ തൂക്കണം, എന്നാലേ ഓഫ് ആകത്തുള്ളൂ. ഇതെന്തുവാ സൈറൺ? ഓക്കെ, സൈറൺ അടിച്ചു. എന്താണെങ്കിലും ബാക്ക് അടിച്ച് ചെയ്ത് പോകും. ഓക്കെ, നെക്സ്റ്റ് മറ്റേ SOS ഞാൻ തെറ്റിയിട്ടില്ല, അവിടെ കുളപോകത്തില്ലായിരിക്കും. അതിനും പോവോ ഇല്ലല്ലേ. എനിവേ, ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഈ സാധനം തൂത്താൽ മതി. ഇങ്ങനെ തൂക്കില്ല. ശരിയാ, ഇത് എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും ഓഫായി പോകരുതല്ലോ. സ്വൈപ്പ് നല്ല, പക്ഷെ അതാണെന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാമായിരുന്നു. ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് അങ്ങനെ സാധനം ഇല്ല. ഓക്കെ, എനിവേ ഇത് തിരിച്ച് ഓണാക്കണമെങ്കിൽ ഇത് ഞെക്കിയാലേ ഓണാവും, മറ്റേ 2 സ്വിച്ച് ഞെക്കിയാലും ഓണാവില്ല. ഇതേലോ ഈ സാധനമെല്ലാം ഞെക്കിയിട്ട് ഓണാവുന്നില്ല, ഇതേ ഞെക്കിയാൽ മാത്രമേ ഓണാകത്തുള്ളൂ.
ടോർച്ച് ഓൺ ആക്കണമെങ്കിലും ഇതാ ഈ സാധനത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അന്നേരം ഇത് വരും. നമുക്കിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം, ചോപ്പിക്കാം, എന്താണ് ചെയ്യാം. ഓഫാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിപ്പം ഡബിൾ ടാപ്പ് ചെയ്ത് ഓണാക്കിയെന്ന് വെച്ചോ. ഡബിൾ ടാപ്പ് ചെയ്ത് ഞാൻ ഓണാക്കി, ഇത് ഞാൻ ഇത്രയും ബ്രൈറ്റ്നസ് വെച്ചേക്കുക. നോർമലി ഡിഫോൾട്ട് ഇതാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ഓഫാവും. സോ അങ്ങനെ ഈ സാധനത്തിൻ്റെ ഫുൾ ചാർജ് തീർന്നു. 4 ദിവസം, അതായത് ഇന്ന് രാവിലെ ഒരു 6 മണി സമയത്താണിത് 20% ചാർജ് എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു 11 മണി ആയപ്പോഴത്തേക്ക് സാധനത്തിൻ്റെ ചാർജ് ഫുള്ളായിട്ട് തീർന്നു. 4 ദിവസം അത്യാവശ്യം നല്ല യൂസ് ഉണ്ടെങ്കിൽ ഇതൊരു 4 ദിവസം പക്കയായിട്ട് നിൽക്കും. 4th ഡേ ചാർജ് ചെയ്യുക, 4 ദിവസം എന്തായാലും നിൽക്കും, അത്ര ഉറപ്പുണ്ട്. ഇത് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കൊണ്ട് കാണിക്കാത്ത പണിയൊന്നുമില്ല. ആ 4 ദിവസം ഞാൻ അതിനെക്കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചുകൊണ്ടാണ് 4 ദിവസം കൊണ്ട് സാധനം തീർന്നത്. ബാക്കി വലിയ പ്രശ്നമില്ല. ചാർജ് വൈസ് 4 ദിവസം നിൽക്കുന്നുണ്ട്. 4 ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കണം എന്ന് പറയുന്നത് ഇച്ചിരി അഹങ്കാരമല്ലേ. എനിവേ സംഭവം വലിയ കുഴപ്പമില്ല ആ കാര്യത്തിൽ. കുത്തിയിട്ടാൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് 100% ചാർജ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഒരാഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. പിന്നെ എന്താ പറയുക, ആക്ച്വലി ബിൽഡ് ക്വാളിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി താഴെയിട്ട് നോക്കുക, വെള്ളത്തിൽ മുക്കി നോക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തില്ല. എന്തിനാ വെറുതെ ഞാൻ എൻ്റെ സാധനം നശിപ്പിക്കുന്നത്? എങ്ങാണം വീണാൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എപ്പോഴേലും റീലായിട്ട് വല്ലതും അപ്ഡേറ്റ് ചെയ്യാം. വീണാൽ വീഴും, അത് ഞാൻ ഉപയോഗിക്കുന്നത്. എനിവേ, ഇതിൻ്റെ ഇൻ്റർഫേസ് ഭാഗങ്ങളും അതുപോലത്തെ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നനഞ്ഞപ്പം ഉള്ളത് ഞാൻ കാണിച്ചായിരുന്നു. അതിലൊന്നും വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. മീൻസ് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ബൈക്ക് ഓടിച്ച സമയത്ത് സൈക്കിൾ ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒഴിച്ചാൽ വേറെ തെറ്റിദ്ധാരണകളൊന്നും വാച്ചിൻ്റെ സൈറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ സംഭവം ഓഫ് ചെയ്ത് വെക്കണം, അതേ ഉള്ളൂ മാർഗം, വേറെ മാർഗമൊന്നുമില്ലല്ലോ. സോ സംഭവം കൊള്ളാം. പിന്നെ ഈ സ്ട്രാപ്പിൻ്റെ മാത്രം വരുന്നുള്ളൊരു ചീപ്പ് ബിൽറ്റ് ഫീൽ എനിക്ക് കിട്ടി. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഫോട്ടോയിൽ കണ്ടൊരു ആക്ച്വലി കാണുമ്പോൾ ഉണ്ടോ എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പം എൻ്റെ ടേസ്റ്റിൻ്റെ ആയിരിക്കും. പക്ഷേ ഓവറോൾ കൊള്ളാം, അത്യാവശ്യം നല്ലൊരു സാധനമാണ്. മീൻസ് ആ ഒരു വാച്ച് ഫേസിൻ്റെ ആ ഒരു ഭാഗം കൊള്ളാം. പക്ഷേ ഈ സ്ട്രാപ്പിൻ്റെ ഭാഗത്തോട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ എന്താ പറയുക, ഏതൊരു വാച്ചിൻ്റെയും ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തോളൂ. മേ ബി സിലിക്കൻ്റെ ആയിരിക്കും, അറിയത്തില്ല. എനിവേ, വലിയ കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. പ്രീ ഓർഡർ ചെയ്ത് എടുക്കാനും മാത്രം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, 30% സംതിങ്. എന്നാലും എത്രയായിരുന്നു ആക്ച്വലി പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 999 കൊടുത്താണ്, 1000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തു. നമുക്ക് ഓഫ് കിട്ടുന്നത് 2000 രൂപയാണ്. ആക്ച്വലി ചുമ്മാ പോയി മേടിക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഒരു 30% അടുപ്പിച്ച് കൊണ്ട് റഫ്ലി ഒരു 1000 രൂപ അടുപ്പിച്ച് തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇൻ എഫക്റ്റ് പ്രീ ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ പ്രീ ബുക്ക് ചെയ്യാതെ മേടിച്ചാൽ ഏകദേശം ഒരേ പ്രൈസിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയാണ്. കാരണം ഓൾറെഡി 1000 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് 2000 രൂപ ഓഫ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് 1000 രൂപ ഓഫ് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ 1000 രൂപ കിട്ടുമെങ്കിൽ പിന്നെ ഈ പ്രീ ബുക്ക് ചെയ്തിട്ടില്ല. അതേ ഉള്ളൂ. അതെനിക്ക് പ്രീ ബുക്ക് ചെയ്യണമായിരുന്നോ എന്നെനിക്ക് തോന്നിയ അന്നേരം മാത്രം. വേറെ പ്രശ്നങ്ങളല്ല. ആസ് എ വാച്ച് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെയിറ്റും അത്ര വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ലൈറ്റാണ് സാധനം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നൊന്നുമില്ല, കാരണം ചുമ്മാ നോയ്സ് നെറ്റ് ഒരു സാധനം കിട്ടുന്ന സാധനമാണ്. ആമസോണിലാണെങ്കിലും കിട്ടും. ഞാൻ സ്പെസിഫിക്കലി ആമസോണിലില്ല, ആമസോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സാധനങ്ങൾ വരുമല്ലോ. അപ്പോൾ ഏതാ മേടിച്ചെന്നുള്ളതിനോണ്ടാണ് ഞാൻ ലിങ്ക് താഴെ ഇടുന്നത്. ഇതിൻ്റെ ലിങ്കിൻ്റെ ആവശ്യമില്ല, കാരണം നോയ്സിലോട്ട് പോയാൽ എൻഡവർ പ്രോ 2 അല്ല എൻഡവർ പ്രോ പറഞ്ഞ പോയി മേടിച്ചാൽ ഇതേ കിട്ടത്തുള്ളൂ. വൈറ്റ് മേടിക്കുമായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്കിന് ഈ ആ ഫോട്ടോയിൽ കാണുന്ന അത്ര വലിയൊരു എന്താ പറയുക എടുപ്പില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ആ ബ്ലിങ്കിങ് എന്താ സ്പാനിക് എങ്ങനെ ഓൺ ആക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ ബട്ടണാണ് പൊതുവെ ബാക്കിൻ്റെ എല്ലാ കാര്യത്തിലും ഏത് ഓപ്ഷനിൽ കയറിയാലും ബാക്ക് അടിക്കണമെങ്കിൽ ഇതാണ്. അതിനെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഫ്ലാഷ് ചെയ്യും. അതേ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ,
അതിൻ്റെ കളറും ബ്രൈറ്റ്നസ്സും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോർച്ച് ഓൺ ആക്കത്തില്ലേ, ടോർച്ച് ഓൺ ആക്കണമെങ്കിൽ ഈ ഫ്രണ്ടിലെ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, അന്നേരം ടോർച്ച് ഓൺ ആവും. ആ സമയത്ത് നമ്മൾ ഏതാണോ സെറ്റ് ചെയ്യുന്നത്, ബ്രൈറ്റ്നസ്സും കളറും ഏതാണോ സെറ്റ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ പാനിക്കിലും വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ വൈറ്റ് ഈ ബ്രൈറ്റ്നസ് വെച്ചിട്ട് ഓഫ് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ ഈ സാധനത്തിൻ്റെ ഡബിൾ ടാപ്പ് ചെയ്താൽ ആ ബ്രൈറ്റ്നസ്സിലായിരിക്കും ഇത് ഫ്ലാഷ് ചെയ്യാം. അതാണ് സംഭവം. ഇനി അത് ഓഫ് ചെയ്യട്ടെ. So that's all. See you in the next video. Bye.